ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ ഫിസിക്സ് ആണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് ഈ ഫിസിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റിന്റെ ആദ്യത്തെ കുറച്ച് പോർഷൻസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അഭിനയായിരുന്നു കഴിഞ്ഞ 2 ക്ലാസ് എടുത്തിരുന്നത്. ഇപ്പൊ അഭിനയുടെ അവിടെ ഇപ്പൊ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഇതില്ല, ഇവിടെ എല്ലാം റെഡ് സോൺ ആണ്. അപ്പോ അതുകൊണ്ട് ബാക്കി ഞാനാണ് എടുക്കുന്നത്. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജൂൾസ് ലോയെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ആ ജൂൾസ് ലോയിലെ എന്താണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും അതില് കറണ്ട്, റെസിസ്റ്റൻസ്, ടൈം ഇവ തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇത് എന്താണ് ആ ഒരു എക്സ്പെരിമെന്റിന്റെ അറേഞ്ച്മെന്റ് ആണ്. ഇതിൽ 2 ബീക്കറുകളുണ്ട്. ആ ബീക്കറുകളിൽ 200 ml 200 ml 2 ബീക്കറുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ 100 ml വീതം, അതായത് 100 ml വീതം നമ്മൾ ജലം എടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തേതിൽ PQ എന്ന് പറയുന്നത് ഒരു നിക്രോം വയറും RS എന്ന് പറയുന്നത് ഒരു കോപ്പർ വയറുമാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ ഒരു 6 വോൾട്ട് ബാറ്ററിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 6 വോൾട്ട് ബാറ്ററി, പിന്നെ നമ്മളുടെ സൗകര്യത്തിന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്വിച്ചും, ഒരു റിയോസ്റ്റാറ്റ്, അമ്മീറ്റർ, ഇത്രയും നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റിൽ എന്താണ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് ഈ എക്സ്പെരിമെന്റ് തുടങ്ങുമ്പോഴേക്കും ഈ ബാറ്ററിയിൽ നിന്നും ഒരു 6 വോൾട്ട് കറണ്ട്, നമ്മളൊരു കോൺസ്റ്റന്റ് കറണ്ട് നമ്മൾ കുറച്ച് സമയത്തേക്ക് ഒരു 3-4 മിനിറ്റത്തേക്ക് ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ നമ്മൾ ഫ്ലോ ചെയ്യിക്കുകയാണ്. അപ്പൊ 4 മിനിറ്റിന് ശേഷം വരുമ്പോൾ ഇതിനകത്തുണ്ടാകുന്ന താപം അല്ലെങ്കിൽ ഹീറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് ഹീറ്റ് എ എന്ന ബീക്കറിലാണോ ബിയിലാണോ ഹീറ്റ് കൂടുതൽ കിട്ടുന്നതെന്നാണ് ഫസ്റ്റ് നമ്മുടെ എക്സ്പെരിമെന്റ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ ഇത് പറയുന്നതിലും കൂടുതൽ നിങ്ങൾ ലാബിൽ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നത്. ഇപ്പോ എന്താണ് ഇവിടെ PQ എന്ന് പറയുന്നത് നിക്രോം വയറും RS എന്ന് പറയുന്നത് കോപ്പർ വയറും ആണെന്ന് നമ്മൾ പറഞ്ഞു. കോപ്പറിനെയും നിക്രോമിനെയും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം കൂടുതലുള്ളത് നിക്രോം വയറിനാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ജൂൾസ് ലോ വെച്ചിട്ട് heat produced is equal to I square RT. അതായത് കറണ്ടിന്റെ സ്ക്വയർ, റെസിസ്റ്റൻസ്, ടൈം ഇതിനൊക്കെ പ്രപ്പോർഷണൽ ആയിരിക്കും നമ്മുടെ ഹീറ്റ് പ്രൊഡ്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് കൂടിയ നിക്രോം വയറുള്ള ബീക്കർ, അതാണ് നമ്മൾ ഇക്വേഷനിൽ പഠിച്ചിട്ടുണ്ട്. റെസിസ്റ്റൻസിന് പ്രപ്പോർഷണൽ ആണ് നമ്മുടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ റെസിസ്റ്റൻസ് കൂടുതലുള്ള ഒരു ചാലകത്തിലൂടെ പോകുമ്പോൾ എന്താണ് അതില് ഹീറ്റ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ എ എന്ന ബീക്കർ, അതായത് നിക്രോം വയർ കണക്ട് ചെയ്തിട്ടുള്ള എ എന്ന ബീക്കറിൽ ആയിരിക്കും കൂടുതൽ ഹീറ്റ് കിട്ടുന്നത്. ബിയിലും ഹീറ്റ് കാണും, പക്ഷെ എയിലുള്ള അത്രയും ഹീറ്റ് നമുക്ക് ബിയിൽ കിട്ടത്തില്ല. അടുത്തത് ഇനിയിപ്പോ നമ്മൾ നോക്കുന്നത് എന്താണ്, ഇവിടെ ഒരു റിയോസ്റ്റാറ്റ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടല്ലേ. ഈ റിയോസ്റ്റാറ്റ് വെച്ച് നമ്മൾ എന്ത് ചെയ്തു, കറണ്ട് അല്ലെങ്കിൽ നമ്മളിപ്പോ നേരത്തെ 6 വോൾട്ട് ആണ് കൊടുത്തതെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ കൂട്ടി കൂടുതൽ വോൾട്ടിലുള്ള ഒരു കറണ്ട് കൊടുക്കുകയാണ്. റിയോസ്റ്റാറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. റിയോസ്റ്റാറ്റ് നിങ്ങൾക്ക് അറിയാം, നമുക്ക് കറണ്ടിന്റെ തീവ്രത കൂട്ടാനും കുറയ്ക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിയോസ്റ്റാറ്റ് വഴി നമ്മൾ കറണ്ട് കൂട്ടി. അപ്പൊ എന്ത് ചെയ്യും, കറണ്ടിന്റെ സ്ക്വയറിന് പ്രപ്പോർഷൻ ആണല്ലേ. അപ്പോൾ ചെറിയ രീതിയിൽ ഒരു കറണ്ട് നമ്മൾ ഇൻക്രീസ് ചെയ്താൽ തന്നെ നമ്മുടെ ഹീറ്റ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കൂടുതലാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ടേബിൾ ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. കറണ്ട് കൂടുമ്പോൾ ഹീറ്റ് എന്ന് പറയുന്നത് 4 ഇരട്ടിയാണ് വർദ്ധിക്കുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ എന്താണ് ഇവിടെ ഈ റിയോസ്റ്റാറ്റ് വഴി നമ്മൾ കറണ്ട് കൂട്ടുമ്പോൾ ഇതിലുണ്ടാകുന്ന താപം അല്ലെങ്കിൽ ഹീറ്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. അതുപോലെ അടുത്ത് നമ്മൾ ഇനി വീണ്ടും കറണ്ട് കോൺസ്റ്റന്റ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിന്റെ ടൈം അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ 4 മിനിറ്റ് ആണെങ്കിൽ ഒരു 10-15 മിനിറ്റ് കൂടി നമ്മൾ ഈ സെയിം എക്സ്പെരിമെന്റ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും എന്ത് ചെയ്യും, അപ്പോഴും ഇതിലെ ഹീറ്റ് ഇൻക്രീസ് ചെയ്യും. അതെന്താണ്, ടൈമിനും പ്രപ്പോർഷൻ ആണ് നമ്മുടെ ഹീറ്റ് പ്രൊഡ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ടൈം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഈ 2 ബീക്കറിലെയും ഹീറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ആ എക്സ്പെരിമെന്റ് പറയുന്നത്. എന്താണ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് എങ്ങനെയാണ്, കറണ്ടിനും റെസിസ്റ്റൻസിനും ടൈമിനും പ്രപ്പോർഷൻ ആണെന്ന് കാണിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലാബിൽ ഇത് ചെയ്യുമ്പോൾ കുറച്ചുകൂടി കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പൊ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. എന്താണ് നമ്മൾ ആദ്യം ഒരു സർക്യൂട്ട് കണക്ട് ചെയ്യുന്നു, ഒരു ബാറ്ററി, ഒരു സ്വിച്ച്, റെസിസ്റ്റൻസ്, അമ്മീറ്റർ, പിന്നെ 2 ബീക്കറുകളിലായിട്ട് ഒരെണ്ണത്തിൽ നിക്രോമും ഒരെണ്ണത്തിൽ കോപ്പർ വയറും കണക്ട് ചെയ്യുന്നു. റെസിസ്റ്റൻസ് കൂടുതലുള്ളത് നിക്രോം വയറിനാണ്. അതുകൊണ്ട് എപ്പോഴും ഹീറ്റ് കൂടുതൽ വരുന്നത് നിക്രോം ഉള്ള ബീക്കറിലായിരിക്കും.
ഇനി ജൂൾസ് ലോയുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ആദ്യം കൊടുത്തിരിക്കുന്നത് ഹൗ മച്ച് വിൽ ബി ദ ഹീറ്റ് ഡെവലപ്ഡ് ഇഫ് 0.2 ആംപിയർ കറന്റ് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ഓഫ് റെസിസ്റ്റൻസ് 200 ohm ഫോർ 5 minutes. അതായത് ഒരു എത്ര ഒരു 0.2 ആംപിയർ കറണ്ട് ഒരു കണ്ടക്ടറിലൂടെ റെസിസ്റ്റൻസ് 200 ohm ഉള്ള ഒരു കണ്ടക്ടറിലൂടെ 5 മിനിറ്റ് സമയത്തേക്ക് കടത്തിവിട്ടാൽ ഉണ്ടാവുന്ന ഹീറ്റ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ജൂൾസിൽ വെച്ചിട്ടുള്ള ഇക്വേഷൻ H is equal to I square RT. ഇതിൽ നമുക്ക് ഡേറ്റാസ് എല്ലാം ഉണ്ടോ എന്ന് ആദ്യം നോക്കാം. ആദ്യം ഇവർ തന്നിട്ടുണ്ട് 0.2 ആംപിയർ. ഇതെന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് ആണ്. അപ്പോൾ I ഈക്വൽ ടു 0.2 ആംപിയർ. ഇനി എന്താണ് തന്നിരിക്കുന്നത്? റെസിസ്റ്റൻസ് തന്നിട്ടുണ്ടല്ലേ. റെസിസ്റ്റൻസ് ഈക്വൽ ടു 200 ohm. അടുത്തത് ടൈം തന്നിട്ടുണ്ട്. T ഈക്വൽ ടു 5 minutes ആണ്. ഈ ഇക്വേഷനിൽ നമ്മൾ ടൈം എഴുതുന്നത് സെക്കൻഡിലാണ്. അപ്പോൾ നമ്മൾ മിനിറ്റിനെ സെക്കൻഡിലോട്ടാക്കി മാറ്റണം. അപ്പോൾ 5 × 60 ഈക്വൽ ടു 300 സെക്കൻഡ്സ്. അപ്പൊ നമുക്ക് നമ്മുടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടിയിട്ടുണ്ട്. കറണ്ട്, റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം, ടൈം, ഇത് 3 തന്നിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. H is equal to I square. I എന്ന് പറയുന്നത് 0.2 the whole square into resistance 200 into R എന്ന് പറയുന്നത് T time 300 seconds അല്ലേ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്രയാണ്? 3 × 2 6. അപ്പോൾ 6 × 4 24. അപ്പോൾ 2400 ജൂളാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ടോട്ടൽ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ്. അതായത് ഒരു 0.2 ആംപിയർ ഉള്ള ഒരു 0.2 ആംപിയറിൽ 200 ohm റെസിസ്റ്റൻസ് ഉള്ള ഒരു കണ്ടക്ടറിലൂടെ നമ്മൾ 5 മിനിറ്റ് കറണ്ട് പാസ് ചെയ്താൽ അവിടെ കിട്ടുന്ന ഹീറ്റ് എനർജി എന്ന് പറയുന്നത് 2400 ജൂൾ ആയിരിക്കും. ഇനി നമുക്ക് ഇതിനെ വേറൊരു മെത്തേഡ് ചെയ്യാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് H is equal to I square RT. ഈ I യെ നമ്മൾ ഓംസിൽ വെച്ചിട്ട് ഐക്ക് നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. I equal to V/R എന്നല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? I മാറ്റിയിട്ട് V/R the whole square into R into T എന്ന് കൊടുക്കാം അല്ലേ. അപ്പൊ നമുക്ക് ഇതില് വോൾട്ട് അല്ലെങ്കിൽ V എത്രയാണെന്ന് തന്നിട്ടില്ല. V കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? V equal to IR ചെയ്താൽ മതിയല്ലോ. V equal to I into R. ഇതാണ് നമ്മുടെ വോൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ എത്ര കിട്ടും? V equal to I എത്രയാണ് നമുക്ക്? 0.2 into R. റെസിസ്റ്റൻസ് 200. ഇത് നമുക്ക് കിട്ടുന്നത് 40 ആണ്. അപ്പോൾ നമ്മുടെ വോൾട്ട് അല്ലെങ്കിൽ V എന്ന് പറയുന്നത് 40 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാല്ലേ. H equal to V/R the whole square into R into T. അപ്പോൾ നമുക്ക് V ഉണ്ട്, R അറിയാം, T അറിയാം. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈക്വൽ ടു V എത്രയാണ് നമുക്ക് കിട്ടിയത്? ഇവിടെ നമുക്ക് കിട്ടി ഓംസിൽ വെച്ചിട്ട് നമ്മൾ വോൾട്ട് കണ്ടുപിടിച്ചു. 40/R എന്ന് പറയുന്നത് എത്രയാണ്? 200 the whole square into വീണ്ടും റെസിസ്റ്റൻസ് എത്രയാണ് വരുന്നത്? 200 into T. ടൈം എന്ന് പറയുന്നത് 300 സെക്കൻഡ്സ്. ഇത് ചെയ്യുമ്പോഴും നമുക്ക് സെയിം ഈ 2400 ജൂൾ തന്നെയാണ് കിട്ടുന്നത്. നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇവിടെ നമുക്ക് കിട്ടുന്നതും 2400 ജൂൾ എന്ന് തന്നെയാണ് ഇവിടെയും നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് മെത്തേഡിൽ ചെയ്യാം. ആദ്യം ഒന്നുകിൽ നമുക്ക് ഡയറക്റ്റ് ഡേറ്റ, അതായത് H is equal to I square RT എന്ന് പറഞ്ഞ് നമുക്ക് ഡേറ്റ ഇതിൽ തന്നിട്ടുണ്ട്. അതിൽ ഐയും ആറും ടിയും നമുക്ക് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡയറക്റ്റ് കണ്ടുപിടിക്കാം. ഇനി ഓംസ് ലോ വെച്ച് ചെയ്യാൻ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? V നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ട് ഐക്ക് നമ്മൾ V/R എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അത് നമ്മുടെ ഈ ഹീറ്റിന്റെ ഇക്വേഷനിൽ കൊണ്ടിട്ടിട്ട് അടുത്ത ആ സബ്സ്റ്റിറ്റ്യൂഷൻ വഴി നമുക്ക് അടുത്ത മെത്തേഡിലൂടെ ഈ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് കണ്ടുപിടിക്കാം. നമുക്കിവിടെ കിട്ടിയ ആൻസർ നമ്മൾ ജൂളിലാണല്ലേ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതിനെ നമ്മൾ കാലോറിയിലോട്ട് മാറ്റിയാൽ എങ്ങനെയായിരിക്കും നോക്കാം. ഒരു കാലോറി എന്ന് പറയുന്നത് 4.2 ജൂൾ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ജൂളിനെ കാലോറിയിലേക്ക് മാറ്റി എന്ത് ചെയ്യണം? നമുക്ക് ഈ കിട്ടിയ ജൂൾ ഡിവൈഡഡ് ബൈ 4.2 ചെയ്താൽ മതിയല്ലോ. അപ്പോൾ എത്ര കാലോറിയാണ് നമുക്ക് കിട്ടിയ ഹീറ്റ് എന്നുള്ളത് കിട്ടും. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 2400 ഡിവൈഡഡ് ബൈ
4.2 equal to 571.42 കലോറി. ഇത്രയാണ് നമുക്ക് കിട്ടിയ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് കിട്ടുന്ന ഹീറ്റ് എന്ന് പറയുന്നത് 571.42 കലോറി അല്ലെങ്കിൽ 2400 ജൂൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ഔട്ട് ദ ഹീറ്റ് ഡെവലപ്ഡ് ഇൻ 3 minutes ബൈ എ ഡിവൈസ് ഓഫ് റെസിസ്റ്റൻസ് 920 ഓൺ വർക്കിംഗ് അണ്ടർ 230 വോൾട്ട്. അതായത് 230 വോൾട്ടിൽ 920 ഓം റെസിസ്റ്റൻസിൽ അല്ലെങ്കിൽ പ്രതിരോധത്തിൽ പ്രവർത്തിക്കുന്ന 3 മിനിറ്റ് പ്രവർത്തിക്കുന്ന ഒരു ഡിവൈസിന്റെ ഹീറ്റ് എത്രയാണ് അല്ലെങ്കിൽ താപം എത്രയാണെന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. 920 ഓം, അതായത് ഈ ഓം 920 ഓം ആണ് നമ്മുടെ റെസിസ്റ്റൻസ്. അപ്പോൾ റെസിസ്റ്റൻസ് 920 ഓം തന്നിട്ടുണ്ട്. പിന്നെ വോൾട്ടേജ് V നമുക്ക് 230 വോൾട്ട് തന്നിട്ടുണ്ട്. അടുത്തത് ടൈം നമുക്ക് 3 മിനിറ്റ് തന്നിട്ടുണ്ട്. മിനിറ്റിനെ സെക്കൻഡിലാകുമ്പോൾ 3 × 60 180 സെക്കൻഡ്. ഇത് വെച്ചിട്ട് നമുക്കുള്ള ഇക്വേഷൻ, നമ്മൾ എത്ര ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്? നമ്മൾ ഹീറ്റ് കണ്ടുപിടിക്കാൻ കുറെ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടല്ലേ. മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻ ആണ് H = I² RT. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഈ ഐക്ക് ഓംസ് ലോ വെച്ചിട്ട് ഐയുടെ ഇക്വേഷൻ V/R വെച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് മറ്റൊരു ഇക്വേഷൻ കിട്ടും. H = V² T/R. അടുത്ത വേറൊരു ഇക്വേഷൻ ആണ് H = VIT. ഈ 3 ഇക്വേഷൻ നമ്മൾ ഹീറ്റ് എനർജി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ടില്ലാത്തവര് ആ ക്ലാസ് കൂടി കണ്ടിട്ട് വേണം ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ വരാൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് H = I² RT എന്നുള്ള ഇക്വേഷൻ നോക്കാം. ഇതിൽ നമുക്ക് എന്താണ്, R ഉണ്ട്, T ഉണ്ട്, പക്ഷെ I അല്ലെങ്കിൽ കറണ്ട് എത്രയാണെന്ന് തന്നിട്ടില്ല അല്ലേ. ഓംസ് ലോ വെച്ചിട്ട് കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് I = V/R. V എന്ന് പറയുന്നത് 230, R എന്ന് പറയുന്നത് 920. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് I എന്ന് പറയുന്നത് 0.25 എന്ന് കിട്ടും. ഇനി നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. H = I² RT. നമുക്ക് I എത്രയാണെന്ന് കിട്ടി? 0.25 the whole square into റെസിസ്റ്റൻസ് എത്രയാണ്? 920 into ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 180. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 10,350 ജൂൾ. ഇത്രയാണ് നമുക്ക് കിട്ടുന്ന ടോട്ടൽ ഹീറ്റ് എനർജി എന്ന് പറയുന്നത്. എന്താണ്, നമ്മൾ ആദ്യം ഓംസ് ലോ വെച്ചിട്ട് കറണ്ട് അല്ലെങ്കിൽ I കണ്ടുപിടിച്ചു. I = V/R. അതിൽ നിന്ന് നമ്മൾ പിന്നെ നമ്മുടെ I² RT എന്ന് പറയുന്ന ഹീറ്റിന്റെ ഇക്വേഷനിൽ ആ I² വാല്യൂ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മുടെ ബാക്കി റെസിസ്റ്റൻസും ടൈമും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ച് നമ്മൾ ഹീറ്റ് കണ്ടുപിടിച്ചു. അടുത്ത ഇക്വേഷൻ എന്താണ്? H = V² T/R. ഇതിൽ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാല്ലേ, കാരണം നമുക്ക് വോൾട്ടേജ് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? H = V² T/R. ഇവിടെ V² എത്രയാണ് വരുന്നത്? V എന്ന് പറയുന്നത് 230 സ്ക്വയർ ഇൻറ്റു T എന്ന് പറയുന്നത് എത്രയാണ്? 180 സെക്കൻഡ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് 920. ഇത് ചെയ്യുമ്പോഴും നമുക്ക് ആൻസറിൽ ഒരു വ്യത്യാസവും വരത്തില്ല, സെയിം തന്നെയാണ് വരുന്നത്. 10,350 ജൂൾ തന്നെയാണ് ഇവിടെയും നമുക്ക് കിട്ടുന്ന ഹീറ്റ് അല്ലെങ്കിൽ താപം എന്ന് പറയുന്നത്. അടുത്ത ഇക്വേഷൻ ആണ് H = VIT. ഇതിൽ നമുക്ക് എന്താണ്? V ഉണ്ട്, I നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് എത്രയാണ്? 0.25, ടൈമും തന്നിട്ടുണ്ട്. അപ്പോൾ H = VIT. V എത്രയാണ്? 230 ഇൻറ്റു I എന്ന് പറയുന്നത് എത്രയാണ്? 0.25 ഇൻറ്റു T അല്ലെങ്കിൽ സമയം 180 സെക്കൻഡ് അല്ലേ. അപ്പോൾ ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? ഇതും സെയിം ആൻസർ തന്നെയാണ്. നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കിയാൽ മതി. നിങ്ങൾക്ക് ആൻസർ മൂന്നും ഈ 3 മെത്തേഡിൽ ചെയ്താലും ആൻസർ കിട്ടുന്നത് 10,350 ജൂൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഏത് ഡേറ്റ, ഇപ്പോൾ നമുക്ക് ഇതിൽ നമുക്ക് കറണ്ട് തന്നിട്ടില്ലായിരുന്നു. ഇതുപോലെ നമുക്ക് കറണ്ട് തന്നിട്ട് റെസിസ്റ്റൻസ് തരാതെയോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഇക്വേഷൻ ഏതെങ്കിലുമൊക്കെ ഡേറ്റാസ് ഇൻസഫിഷ്യന്റ് ആയിട്ട് തന്നാലും നമുക്ക് ഓംസ് ലോ വെച്ച് ആ ഡേറ്റ ഏതാണോ മിസ്സിംഗ് ആയിട്ടുള്ള ഡേറ്റ ഏതാണോ അത് കണ്ടുപിടിച്ച് നമുക്ക് ഈ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ടെക്സ്റ്റിലുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ് കാൽക്കുലേറ്റ് ദ ഹീറ്റ് ഡെവലപ്ഡ് വെൻ 3 ആംപിയർ കറന്റ് ഫ്ലോസ് ത്രൂ ആൻ ഇലക്ട്രിക് അയൺ ബോക്സ് ഡിസൈൻഡ് ടു വർക്ക് അണ്ടർ 230 വോൾട്ട് ഫോർ 30 മിനിറ്റ്സ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ, അതായത് ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ടെക്സ്റ്റിൽ ഇതിൽ ടൈം കൊടുത്തിട്ടില്ല.
മലയാളം മീഡിയത്തിന്റെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് എന്താണ് ഈ 30 മിനിറ്റ് എന്നുള്ളത് കൊടുത്തിട്ടില്ല. നിങ്ങൾ നോട്ട് ചെയ്യണം. ഇവിടെ 30 മിനിറ്റ് എന്നുണ്ട്. ആ ടൈം തന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്താണ് 3 ആംപിയർ കറണ്ട് 230 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇലക്ട്രിക് അയൺ ബോക്സിലൂടെ 30 മിനിറ്റ് കടത്തി വിട്ടാൽ നമുക്ക് ഇടുന്ന ഹീറ്റ് എത്ര ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? കറണ്ട് അല്ലെങ്കിൽ ഐ തന്നിട്ടുണ്ട് 3 ആംപിയർ അല്ലേ, ഇവിടെ കറണ്ട് തന്നിട്ടുണ്ട്. അതുപോലെ വോൾട്ടേജ് തന്നിട്ടുണ്ട്, V = 230 വോൾട്ട്. അതുപോലെ ടൈം 30 മിനിറ്റ് ആണ്. 30 മിനിറ്റിനെ സെക്കൻഡിലാക്കുമ്പോൾ 30 × 60 1800 സെക്കൻഡ്സ് കിട്ടി. ഇനി നമുക്ക് എന്താണ് ഹീറ്റിന്റെ നമ്മൾ 3 ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. H = I²RT, അതുപോലെ H = V²T/R. ഈ 2 ഇക്വേഷനിൽ നമുക്ക് ചെയ്യണമെങ്കിൽ റെസിസ്റ്റൻസ് വേണം. ഇതിൽ നമുക്ക് റെസിസ്റ്റൻസ് കൊടുത്തിട്ടില്ല. സോ നമ്മുടെ തേർഡ് ഇക്വേഷൻ ആണ് H = VIT. ഇതിൽ നമുക്ക് വോൾട്ടും എന്താണ് കറണ്ടും ടൈമും ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. H = വോൾട്ട് എന്ന് പറയുന്നത് 230 × I എത്രയാണ് 3 ആംപിയർ, 3 × 1800. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഇത്രയും ജൂളാണ്. ഇത് നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ കിട്ടും. ഇതിനെ നമുക്ക് കിലോ ജൂളിലോട്ട് മാറ്റുമ്പോൾ 1242 കിലോ ജൂൾ. ഇത്രയാണ് ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ്. അടുത്തത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. 2 ഹീറ്ററിന്റെ കമ്പാരിസൺ ആണ്, ഹീറ്റർ എ, ഹീറ്റർ ബി. അതില് ഈ 2 ഹീറ്ററിലും വോൾട്ടും അതായത് വോൾട്ടേജും ടൈമും സെയിം ആണ്. 230 വോൾട്ടും 5 മിനിറ്റും ആണ് 2 ഹീറ്ററിലും കൊടുത്തിരിക്കുന്നത്. അതുപോലെ അതിൽ ആകെ മാറ്റം ഉള്ളതെന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസിൽ മാത്രമാണ്. ഈ റെസിസ്റ്റൻസിലെ മാറ്റം ഹീറ്റിനെ എങ്ങനെ അഫക്ട് ചെയ്തു നോക്കാം. ഇവിടെ കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ളിടത്ത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തത് കുറവായിരുന്നു. അതുപോലെ ഇവിടെ റെസിസ്റ്റൻസ് കുറവുള്ളിടത്ത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തത് കൂടുതലാണ്. അപ്പോൾ അതിന്റെ കാരണം എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വൈ ഡസ് ദ ഹീറ്റർ ഹാവിംഗ് ലോ റെസിസ്റ്റൻസ് ഗെറ്റ് ഹീറ്റഡ് മോർ? അതായത് റെസിസ്റ്റൻസ് കുറവുള്ള ഹീറ്റർ എന്തുകൊണ്ടാണ് കൂടുതൽ ഹീറ്റ് ആയതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളുടെ ഇക്വേഷൻ നോക്കുമ്പോൾ നമുക്കറിയാം H = V²T/R എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതില് R എന്ന് പറയുന്നത് നമ്മുടെ റെസിസ്റ്റൻസ് ആണ്. ഈ റെസിസ്റ്റൻസ് പറയുന്നത് ഹീറ്റിന് എന്താണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ് അല്ലേ. അപ്പോൾ ഹീറ്റ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് ഹീറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഹീറ്റർ എക്ക് റെസിസ്റ്റൻസ് കൂടുതലാണല്ലേ, 1150 ആണ് ഇവിടുത്തെ റെസിസ്റ്റൻസ്. അത് ഇവിടെ 460 ഓം മാത്രമേ ഉള്ളൂ ഇവിടുത്തെ റെസിസ്റ്റൻസ്. അതുകൊണ്ട് എന്താണ് നമ്മുടെ ഇക്വേഷനിൽ റെസിസ്റ്റൻസ് ഹീറ്റിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ട് ഹീറ്റ് റെസിസ്റ്റൻസ് കുറയുന്നതനുസരിച്ച് ഹീറ്റ് കൂടുകയും റെസിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് ഹീറ്റ് കുറയുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ റെസിസ്റ്റൻസ് കൂടിയ ഹീറ്ററിന് ഹീറ്റ് കുറവായത്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഇൻ വിച്ച് വേ ഡസ് ദ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഇൻഫ്ലുവൻസ് ദാറ്റ് ഹീറ്റ് ഡെവലപ്ഡ്? അതാണ് നമ്മൾ പറഞ്ഞത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഈ റെസിസ്റ്റൻസ് കൂടുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഇന്റൻസിറ്റി ഓഫ് കറണ്ട് കുറയുകയാണ് ചെയ്യുന്നത് അല്ലെ. V = I = V/R എന്നാണ്. അതായത് കറണ്ടിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ് നമ്മുടെ റെസിസ്റ്റൻസ്. അപ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നിടത്ത് കറണ്ടും കുറയും. സോ അതുകൊണ്ട് ഇവിടുത്തെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തതും കുറവായിരിക്കും. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ കറണ്ട് ഇൻ ദ ഹീറ്റേഴ്സ് A and B ആൻഡ് കമ്പയർ ദ ഹീറ്റ് ഡെവലപ്ഡ്. അപ്പോൾ ഇതിലെ 2 ഹീറ്ററിലെയും കറണ്ട് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓംസ് ലോ വെച്ചറിയാം I = V/R ആണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഹീറ്ററിൽ നമുക്ക് വിയും ആറും തന്നിട്ടുണ്ട്. വോൾട്ടേജ് എന്ന് പറയുന്നത് 230 വോൾട്ട് ബൈ R എന്ന് പറയുന്നത് 1150. ഇപ്പൊ നമുക്ക് കിട്ടുന്നത് 0.2 ആംപിയർ ആണ് നമുക്കിവിടെ കറണ്ട് വരുന്നത്. അടുത്ത രണ്ടാമത്തെ ഹീറ്റർ എന്ന് പറയുന്നത് വീണ്ടും I = V/R. എത്രയാണ്? വോൾട്ട് 230 തന്നെയാണ്, റെസിസ്റ്റൻസ് 460. നമുക്ക് വരുന്നത് 0.5 ആംപിയർ അല്ലേ. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ റെസിസ്റ്റൻസ് കൂടുതൽ ഉണ്ടായിരുന്ന ഹീറ്ററിൽ കറണ്ട് നമുക്ക് കിട്ടിയത് കുറവാണ്. അതുപോലെ റെസിസ്റ്റൻസ് കുറവുണ്ടായിരുന്നിടത്ത് കറണ്ട് കിട്ടിയത് കൂടുതലാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓംസ് ലോ അനുസരിച്ച് കറണ്ട് എന്ന് പറയുന്നത് റെസിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നിടത്ത് കറണ്ട് കുറവായിരിക്കും. ഇനിയും അടുത്തത് എന്താണ് ചോദിച്ചിരിക്കുന്നത്, ഹൗ ഡു ദ റെസിസ്റ്റേഴ്സ് ബ്രിങ് അബൌട്ട് എ ചേഞ്ച് ഇൻ ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട്? എന്താണ് ആ റെസിസ്റ്റേഴ്സ് ഈ ഒരു
സർക്യൂട്ടിലെ കറണ്ടിന് എങ്ങനെ ചേഞ്ച് വരുത്തിയിരിക്കുന്നു അല്ലെങ്കിൽ എന്ത് മാറ്റമാണ് വരുത്തിയിരിക്കുന്നത് എന്നാണ്. നമ്മളിപ്പോ പറഞ്ഞത് തന്നെയാണ്. കാരണം റെസിസ്റ്റൻസ് കൂടുമ്പോൾ കറണ്ട് കുറയുമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അത് തന്നെയാണ് ഈ ഹീറ്റർ എയിൽ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ റെസിസ്റ്റൻസ് കൂടുതലാണ്. റെസിസ്റ്റൻസ് കൂടുതലായതുകൊണ്ട് നമ്മുടെ കറണ്ട് കുറഞ്ഞു. കറണ്ട് കുറഞ്ഞപ്പോൾ എന്താണ്, ഓൾറെഡി നമ്മുടെ ഹീറ്റും കുറഞ്ഞു. നമ്മൾ ഹീറ്റിന്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. H is equal to എന്താണ്, I²RT എന്നാണ്. അപ്പോൾ കറണ്ട് കുറയുമ്പോൾ നമ്മുടെ ഹീറ്റും കുറയും. കറണ്ട് കൂടുവാണെങ്കിൽ ഈ ഇക്വേഷൻ വെച്ചിട്ട് എന്താണ്, ഹീറ്റ് കൂടും. കറണ്ട് കുറയുകയാണെങ്കിൽ ഹീറ്റ് കുറയുകയും ചെയ്യും. അപ്പൊ ഇവിടെ റെസിസ്റ്റൻസ് കൂടുതലായതുകൊണ്ട് കറണ്ട് കുറഞ്ഞു. അതിലൂടെ ആ സർക്യൂട്ട് ആ ഹീറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ എമൗണ്ട് കുറഞ്ഞു. അതുകൊണ്ടാണ് നമ്മുടെ ഹീറ്റ് കുറഞ്ഞത്. അതുപോലെ ഹീറ്റർ ബിയിൽ വരുമ്പോൾ എന്താണ്, റെസിസ്റ്റൻസ് ഇവിടെ കുറവാണ്. ഹീറ്റർ എയിൽ വെച്ച് നോക്കുമ്പോൾ ഹീറ്റർ ബിയുടെ റെസിസ്റ്റൻസ് കുറവാണ്. സോ എന്താണ്, നമ്മുടെ കറണ്ട് കിട്ടിയത് നമ്മുടെ എ എന്ന് പറയുന്ന ഹീറ്ററിനേക്കാളും കൂടുതലാണ് നമുക്ക് ബി എന്ന ഹീറ്ററിന് കിട്ടിയ കറണ്ട്. സോ അതുകൊണ്ട് അതിന്റെ ഹീറ്റും കൂടുതലായി. അപ്പോൾ എന്താണ് നമുക്ക് പറയാൻ പറ്റുന്നത്, എന്താണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ റെസിസ്റ്റൻസ് ബ്രിങ് about a change in the current in the circuit. അപ്പോൾ കറണ്ടിൽ എന്ത് മാറ്റമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റെസിസ്റ്റൻസ് കൂടുമ്പോൾ കറണ്ട് കുറയുന്നു, റെസിസ്റ്റൻസ് കുറയുമ്പോൾ കറണ്ട് കൂടുന്നു. ഇതാണ് നമുക്ക് ഈ രണ്ട് ഹീറ്റർ എ ഹീറ്റർ ബി വെച്ച് കമ്പയർ ചെയ്ത് വന്നിരിക്കുന്നത്. ഇതിൽ ഈ ഹീറ്റ് കണ്ടുപിടിച്ചതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് എങ്ങനെയാണെന്ന് എഴുതാത്തത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ അത് ഡീറ്റെയിൽ ചെയ്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ എന്താണ് ജൂൾസ് ലോയുടെ ടോപ്പിക്ക്. അതിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇത്രയുള്ള ജൂൾസ് ലോയെ കുറിച്ച് പറയാൻ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇനി അടുത്ത ടോപ്പിക്കുമായിട്ട് വരാം. ഇത്രയുള്ളതൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാം. അതുപോലെ തന്നെ ആരെങ്കിലും ഈ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.